ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് എവിടത്തേക്കാണ് പോകുന്നത് വിചാരിക്കേണ്ട. സിയാദക്ക് അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് പർച്ചേസിങ്ങിന്. അപ്പോൾ കടല മിഠായും കഴിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് സുഡിയോയിലാട്ടോ. സുഡിയോയിൽ ചെറുതായിട്ടൊരു പർച്ചേസിങ് ഉണ്ട്. മോൾക്ക് എടുക്കണം, അതുപോലെ ചപ്പൽ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചപ്പലിൻ്റെ ഭാഗത്തേക്ക് പോയി. അപ്പം ഇവിടെ അത്യാവശ്യം സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കുറവായിരിക്കും സെലക്ഷനൊക്കെ. പക്ഷേ ഈ നമ്മൾ വന്ന ടൈം നല്ല ടൈമാണ് കേട്ടോ, നല്ല സെലക്ഷൻ ഉണ്ടായിന്. പിന്നെ അപ്പോൾ ചപ്പൽ എനിക്ക് കണ്ട ഉടനെ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഇതാണ് എടുത്തിട്ടുണ്ടായേ. പിന്നെ അത് കഴിഞ്ഞ് മോൾക്ക് ചെറിയ ആൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് അപ്പോൾ മോളൊന്ന് നോക്കുകയാണ്. അപ്പം അത്യാവശ്യം മോൾക്കും നല്ലതായിട്ടുള്ളത് തോന്നി കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടത് ഇവിടെ ഉണ്ടായിന്. ഇത് അത്യാവശ്യം കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. ഇതാ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം തന്നെ മോൾ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അവളുടെ ഈ സൈസിൽ കണ്ടാൽ അങ്ങനെയാണ്, ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെടുത്തിട്ട് അപ്പം തന്നെ ഇടാൻ വേണ്ടി പറയുന്നുണ്ടായിന്. അങ്ങനെ ഒരുങ്ങാൻ ഞാൻ അവളെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെയോ വാങ്ങിച്ചു. പിന്നെ 2-3 ടീഷർട്ടൊക്കെ അതിൻ്റെ കൂടെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് പർച്ചേസ് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് വിട്ടു. പിന്നെ ഞങ്ങൾ പോകുന്നത് ബീച്ചിലാട്ടോ. പയ്യാമ്പലം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ സാധാരണയായിട്ട് എപ്പം പോയി കഴിഞ്ഞാൽ ബീച്ചിൽ പോയിട്ട് അവിടെ ഇരിക്കലാണ് പതിവ്. പക്ഷേ ഇപ്പം ഞങ്ങൾ കുറച്ചും കൂടി ഉള്ളോട്ട് പോയിട്ട് നോക്കുമ്പം അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി പാർക്കാക്കിയിട്ട് അങ്ങനെ നടന്ന് പോവാണ്. അങ്ങനെ കുറച്ച് നടക്കേണ്ടി വന്നു കേട്ടോ, കുറേ ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി വെച്ചിട്ട് കുറേ നടക്കേണ്ടി വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ഇത്. അവിടെ അങ്ങനെ കുറച്ച് കളിക്കാനുള്ള പ്ലേസെല്ലാം ഉള്ളതുകൊണ്ട് കുട്ടികളൊന്ന് എൻജോയ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം ഞങ്ങൾ വറുത്ത കടലൊക്കെ വാങ്ങിച്ചിട്ട് കടല കുറച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറേ സമയം വരെ നമുക്ക് അവിടെ ഇരിക്കാം കേട്ടോ. നമ്മളടക്കം അങ്ങനെ എൻട്രി ഫീ കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം ഇരുന്ന് കുട്ടികളൊക്കെ എല്ലാത്തിലും അവരെ എൻജോയ് ആക്കുകയാണ്. അത്യാവശ്യം കളിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്, നല്ല തന്നെ. നാജിന് മോളെയും കൂട്ടിയിട്ട് അങ്ങനെ അത് ഊരാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ വിചാരിച്ച പോലെ സംഭവം നടക്കുന്നില്ല. അതുകൊണ്ട് വെച്ചടി നീങ്ങാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. മോളാണെങ്കിൽ അവിടെ പാട്ട് വെച്ചുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അവൾക്ക് പാട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു സ്റ്റെപ്പൊക്കെ ഇടും, ചെറുതായിട്ടൊരു സ്റ്റെപ്പൊക്കെ ഇടും. അവളുടേതായ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുട്ടികളെ എത്രത്തോളം എൻജോയ് ആക്കുന്ന അത്രത്തോളം എൻജോയ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്ര സമയം ഞങ്ങൾ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണി വരെയും ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പം പിന്നെ ഫസ്റ്റ് പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടോ. പാനിപ്പൂരി കണ്ടു കഴിഞ്ഞാൽ നെജയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളൊരു അത് എന്തായാലും കഴിക്കണം എന്നുള്ള ഒരു ഇതാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഷവർമ്മ, പിന്നെ ഷവായി, കുബൂസൊക്കെ ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായേ. പിന്നെ ഞങ്ങൾ കഴിച്ചത് സീതാപ്പാലിൽ കേട്ടോ. സീതാപ്പാലിൽ നിന്ന് സാധാരണയായിട്ട് എനിക്ക് ഭയങ്കര ഫുഡ് ഇഷ്ടമാണ്. പക്ഷേ അന്നത്തെ ഷവായി എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല. സാധാരണയായിട്ട് നല്ല ടേസ്റ്റാണ്. മോള് മിഠായിയൊക്കെ കൊള്ളി മിഠായിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ച പോലെ ഫുഡ് അത്ര എനിക്കങ്ങനെ തൃപ്തിയായിട്ടില്ല കേട്ടോ. കാരണം
ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഒരിത് തോന്നണം, അപ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. പക്ഷേ എനിക്കെന്തോ അന്നത്തെ ഫുഡ് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. സിയാദ്ഖാനോട് ചോദിച്ചപ്പോൾ സിയാദ്ക്ക് പറഞ്ഞ് കുഴപ്പമില്ല, അടിപൊളി തന്നെയെന്ന് ആൾ പറഞ്ഞു. ആൾക്ക് ഷവായി കുറച്ച് ഇഷ്ടം കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.